പുഴയോര ഭംഗി ആസ്വദിച്ചും ഫോട്ടോയും വീഡിയോയും എടുത്തും കളിച്ചും ചിരിച്ചും നടന്ന രണ്ടു പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുക്കിൽപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് പടിയൂരിലെ മുഹമ്മദ് അലിയും ജബ്ബാറും. ഇരിക്കൂർ സിബ് കോളേജിലെ BSc സൈക്കോളജി വിദ്യാർത്ഥിനികളായ ഷഹർബാനയും സൂര്യയും ഇരുട്ടിക്കടുത്ത പടയൂർ പൂവം പുഴയിൽ ഒഴുക്കിൽപ്പെടുമ്പോൾ ഇവർ അല്പം അകലെ നിന്ന് മീൻ പിടിക്കുകയായിരുന്നു. അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം വിളിച്ചു പറഞ്ഞിരുന്നു. കഴുത്തറ്റം വെള്ളത്തിലിറങ്ങിയപ്പോഴും കയറിപ്പോകാൻ പറഞ്ഞതാണ്. കുഴപ്പമില്ല, ഞങ്ങൾ മുങ്ങില്ല എന്നവർ മറുപടി പറഞ്ഞിരുന്നു. ഞങ്ങൾ വല കരക്കെത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങിത്താഴ്ന്നു പോയി, മുഹമ്മദ് അലിയും ജബ്ബാറും പറഞ്ഞു. പഴശ്ശി ജലസംഭരണിയുടെ റിസർവോയർ ഭാഗമാണ് പടിയൂർ പൂവം പുഴ. ഇവർ മീൻ പിടിക്കുന്നതിന് 200 മീറ്റർ അകലെയാണ് വിദ്യാർത്ഥിനികൾ പുഴയിൽ ഇറങ്ങിയത്. 1-2 തവണ ഒരാൾ മുങ്ങിത്താഴുന്നത് കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. രണ്ടാമത്തെ കുട്ടി ഇവരുടെ വലയിൽ കുടുങ്ങിയിരുന്നു. വലിച്ച് കരക്കടിപ്പിക്കുന്നതിനിടെ വലയിൽ നിന്നും വേർപെട്ട് പുഴയിലെ ചുഴിയിൽ മറിഞ്ഞുപോയതായി മുഹമ്മദ് അലി പറഞ്ഞു. എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ ഷഹർബാനയും, ചക്കരക്കല്ല് 4-ാം പീടിക ശ്രീലക്ഷ്മി ഹൌസിൽ സൂര്യയും കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയന്നൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു. മൂവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഏറെ നേരം പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചും ചിരിച്ചും നടന്ന ശേഷമാണ് സൂര്യയും ഷഹർബാനയും പുഴയിൽ ഇറങ്ങിയത്. കരയിൽ നിന്ന് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു. ഇരുവരും മുങ്ങിത്താഴുന്നത് കണ്ട് അലറി വിളിച്ച ജസീന ബോധരഹിതയായി. വീട്ടിൽ നിന്നും പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നുവെന്നും ജസീനയുടെ ഉമ്മ റഹ്മത്ത് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിന്റെ മകളാണ് ഷഹർബാന. വിവാഹിതയാണ്. ഏതാനും മാസം മുൻപാണ് പിതാവ് മരണപ്പെട്ടത്. ചക്കരക്കല്ല് 4-ാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.